തണുത്ത് വിറച്ചിട്ട് ഉറങ്ങാൻ പറ്റിയിട്ടില്ല മര്യാദയ്ക്ക്. തണുപ്പായാലും ഉറങ്ങാൻ പറ്റില്ല. അത് എനിക്ക് ഇന്നലെയാണ് മനസ്സിലായത്. തമ്പുരാനേ, എൻ്റെ മൂക്കൊക്കെ ജോക്കറിൻ്റെ മൂക്ക് പോലെയായി, ചുമന്ന്. കൈയൊക്കെ സെൻസേഷൻ നഷ്ടപ്പെട്ട് ഗൈസ്. ഇതാണ് അവസ്ഥ. തൊലിയൊക്കെ ഊരി വരണം. വാസ്ലിനൊക്കെ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചേക്കാണ്. ഭയങ്കര തണുപ്പ്. ഇവിടെ ഇപ്പം 8 ഡിഗ്രി സെൽഷ്യസോ അങ്ങനെ എന്തോ ആണ്. അപ്പം ഞാൻ ആലോചിക്കണം, അപ്പോൾ കാശ്മീരിൽ ഞാൻ എങ്ങനെ എത്തും എന്നാണ്. അവിടെ -3ഓ -4ഓ എത്രയാണ്. സീനാണ് സീന്. ഉഫ്, ഇവിടെയുള്ള ആൾക്കാരൊക്കെ എങ്ങനെ ജീവിക്കണമെന്തോ. അപ്പോൾ നമ്മൾ 6 മണിക്ക് ഇറങ്ങാൻ പറഞ്ഞിട്ടുണ്ട് സൺറൈസ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് റെഡിയായി നിൽക്കുകയാണ്. ഇപ്പോൾ ഒരു 5:30 കഴിഞ്ഞ സമയം. എല്ലാവരും ഒരുങ്ങിക്കൊണ്ടൊക്കെ നിൽക്കണം. പിന്നെന്താണ് എനിക്ക് പറയാനുള്ളത്? ഒരു കാറ്റും വരണുണ്ട്. ഈ ഡെസേർട്ട് എന്നൊക്കെ പറയുമ്പോൾ സാധാരണ ഞാൻ വിചാരിച്ചത്, അല്ല ചൂടല്ലേ ഡെസേർട്ട് എന്നൊക്കെ പറയുമ്പം, മരുഭൂമി. പക്ഷെ ഇതെന്താണെന്തോ ഇങ്ങനൊരു തണുപ്പ്. ഡിസംബർ ആയതുകൊണ്ടായിരിക്കും അല്ലേ. പല്ല് രണ്ടും കൂടെ കൂട്ടിയിടിച്ച് പുതിയ വല്ല ഇൻസ്ട്രുമെൻറ്റിൻ്റെ സൗണ്ട് കണ്ടുപിടിക്കാം. അങ്ങനത്തെ അവസ്ഥയിലായി. സീന്. അപ്പം ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ക്യാമലിൻ്റെ പുറത്ത് കയറാൻ വേണ്ടിയിട്ട്. തണുപ്പൊക്കെ എനിക്ക് മതി. 2 ദിവസം തണുപ്പ് കിട്ടിയപ്പോഴേക്കും എനിക്ക് തണുപ്പൊക്കെ ഞാൻ വെറുത്ത്. ഇനി ക്യാമലിൻ്റെ പുറത്ത് കയറണം, അത്രേ ഉള്ളൂ. എൻ്റെ ഔട്ട്ഫിറ്റ് കാണിക്കാനും ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് ഇരുന്നതാണ്. ഈ തണുപ്പ് കാലത്തൊന്നും നടക്കൂല ഗൈസ്. അപ്പം ശരി, കാണാം. ചൈത്ര തണുപ്പുണ്ടോ ചേട്ടാ? ഗൈസ്, അപ്പോൾ നമ്മളുടെ ജീപ്പിലാണ് ഡെസേർട്ടിലോട്ട് പോകാൻ പോണത്. അത് വേറൊരു വൈബാണ്. തണുക്കണമുണ്ട്, പക്ഷെ ഭയങ്കര വൈബാണ്. ഈ ജീപ്പിൽ നിന്ന് പോകണമായിരിക്കും. നോക്കാം. ഗൈസ്, വളരെയധികം കഠിനമായ തണുപ്പിലാണ് ഞങ്ങൾ സഫാരി ചെയ്യാൻ പോകുന്നത്. ഗൈസ്, അപ്പം നമ്മളുടെ ആ ജീപ്പിൽ സക്സസ്ഫുള്ളി കയറി ഇവിടെ ഇരിക്കുകയാണ്. എങ്ങനെയാണെന്തോ തെറിച്ചെല്ലും പോവോ? ഗൈസ്, അപ്പം നമ്മളുടെ എനിക്ക് കണ്ടിട്ട് പാണ്ടിപ്പട സിനിമ ഉണ്ടല്ലോ, അതിൽ ട്രക്കിൽ കയറ്റി ഇങ്ങനെ വില്ലന്മാരെ കൊണ്ടുപോലേ, അതുപോലെ ഉണ്ട്. കൊള്ള, അടിപൊളി. ഗൈസ്, അപ്പോൾ 2 സൈഡിലും മണലാണ്. അതിൻ്റെ നടുക്കൂടെ ഒരു കുഞ്ഞ് റോഡിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം പുതിയ എക്സ്പീരിയൻസ് ആണ്. എൻ്റെ കർത്താവേ, എനിക്ക് പോയിക്കോട്ടോ. അയ്യോ, ചാടി സണ്ണത റൈസ് ആയിക്കൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. കളർ ചേഞ്ച് ഒക്കെ ഉണ്ട്. നമ്മളവിടെ എത്തിയിട്ട് മതിയായിരുന്നു. ചാടി വന്ന് സീന്.
ഇവിടെയുള്ള മറ്റൊരു റൈഡ് ഉണ്ടല്ലോ, എൻ്റെ പേരെനിക്കറിഞ്ഞൂടാ. അതിൽ കയറി പെർ പേഴ്സൺ 450 സംതിങ്. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു, അടിപൊളി വൈബ്. ഇങ്ങനെയൊക്കെ ഓട്ടിച്ച് ഈ സിനിമയിലൊക്കെ കണ്ടോലെ ഭയങ്കര ഹാപ്പി. തണുപ്പാണെങ്കിൽ എന്ത്, ഇതൊക്കെ വൺ ടൈം കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ്. അടിപൊളി അടിപൊളി. ഇനി നമ്മൾ സൺറൈസ് കാണാൻ പോവുകയാണ്. സണ്ണൊക്കെ റൈസായി, സൺറൈസ് കാണാനാണ്. അത് കഴിഞ്ഞ് ക്യാമൽ റൈഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതാണെന്ന് തോന്നുന്നു സൺറൈസ്, ഒന്നും മനസ്സിലാവണില്ല. അടുത്തത് അതിന് ക്യാമൽ റൈഡാണ്. ക്യാമലിന്റെ പുറത്ത് ഇരിക്കുകയാണ്. ക്യാമല് പോണില്ലേ? അയ്യോ ശിബിലേ ഗായ്സ്, അപ്പൊ നമ്മളുടെ ക്യാമലിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. വൈഡാണ് വൈഡ്. അതൊന്നും ചെയ്യില്ല സന, തള്ളല്ലേ. അതൊന്നും ചെയ്യില്ലടി. കണ്ടേര് വെച്ച് ഏറ്റവും നല്ല സൺറൈസ്, അതും ഒട്ടകത്തിന്റെ പുറത്ത്. ആദ്യത്തെ സൺറൈസ്. വാവ്. എന്ത് മര്യാദക്ക് പോണു. ക്യാമൽ റൈഡ് അടിപൊളി, പക്ഷേ കേറിയിട്ടങ്ങോട്ട് കേറണില്ല മണലിന്ന്. ഓ മൈ ഗോഡ്. പ്രാവശ്യവും ക്യാമൽ റൈഡിൽ കയറി. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. പൊങ്ങിയൊക്കെ പോയി. അടിപൊളി അടിപൊളി. പിന്നെ അത്യാവശ്യം ഫോട്ടോസൊക്കെ കിട്ടി. ഹാപ്പി. ഫോട്ടോസ് കിട്ടിയത് ഈക്വൽ ടു ഹാപ്പിനെസ്. അതാണ് ഹാപ്പിനെസ്സിൻ്റെ തിയറി. ഓ, മൂക്കൊക്കെ ചുമന്ന്, ബട്ട് കൊള്ളാം. കുറേ എൻജോയ് ചെയ്ത്. നമ്മൾ ഇവിടെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നേരെ ഏതോ ഹോട്ടലിൽ പോവുകയാണ്. മിക്കവാറും നമ്മൾ നിൽക്കണില്ലേ ആ ഒരു ക്യാമ്പിൽ തന്നെ ആയിരിക്കും ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ. കൊള്ളാം. വൈബ് വൈബ്. കൈ തന്നെ വിറയ്ക്കണ ചായ എടുത്തിട്ട്. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കേസരി ഉണ്ട്, ബട്ടൂര ഉണ്ട്, ഉപ്പുമാവ്, ബ്രെഡ് ബട്ടർ, ബ്രെഡ് ജാമ്, പിന്നെ ഇതെന്തോ ഒരു കറിയും അച്ചാറും. ഇത്രയാണ് നമ്മുടെ ബ്രേക്ക്. അപ്പം നമ്മളിത് ആ ടെൻറ്റിൽ വീണ്ടും എത്തി. ബ്രേക്ക്ഫാസ്റ്റ് അടിപൊളിയായിരുന്നു, കുഴപ്പമില്ല. ഉപ്പുമാവ് അത്ര പോരാ, ബാക്കിയൊക്കെ അടിപൊളിയായിരുന്നു. ബ്രെഡും ജാമും അത് ഓൾറെഡി അടിപൊളിയായിരിക്കുമല്ലോ. പിന്നെ ബട്ടൂരയൊക്കെ സെറ്റായിരുന്നു. ഓ, ഭയങ്കര തണുപ്പ്. ഇവിടെ സണ്ണ് വന്നാലും ഇവിടെ അങ്ങനെ ചൂടില്ല. ഇനി പോയി അടുത്ത് ഫ്രഷപ്പ് ചെയ്ത് ബാഗും പാക്ക് ചെയ്ത് നേരെ ഇങ്ങോട്ട് കുൽധാര വില്ലേജോ അങ്ങോട്ട് എവിടെ പോവുകയാണ്. പാക്ക് ചെയ്തിട്ട്